ഹലോ ഗൈസ്, ആനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1980 ബ്രീഫായിട്ടുള്ള സ്പോയിലേഴ്സാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് ചാനലൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഒമൻ എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇമു ആണെങ്കിൽ നമ്മുടെ സോറയുടെ ഗ്രൂപ്പിൻ്റെ മുമ്പിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ഗേഡ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഷോമേഴ്സിനെ ഫ്രീ ചെയ്യുകയും അതിനുശേഷം ഗേഡ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഫിംഗേഴ്സ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നും പറയുന്നുണ്ട്. അതിനുശേഷം സോറോ ആണെങ്കിൽ ഇമുവിന് നേരെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കിങ് ഓഫ് എൽ ഒനിഗിരി ടെക്നിക്കായിരുന്നു നമ്മുടെ സോറോ നമ്മുടെ ഇമുവിന് നേരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു അറ്റാക്ക് നമ്മുടെ ഇമു അദ്ദേഹത്തിൻ്റെ വാല് കൊണ്ട് ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇമു ഒരു ബ്ലാക്ക് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്തു, അതായത് ഒമൻ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം സോറയുടെ ഫേസിലോട്ട് ആ ഒരു അറ്റാക്ക് യൂസ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് നമ്മുടെ സോറയ്ക്ക് വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സോറയുടെ ഫേസിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് ഇമു ഷോമേഴ്സിനെ റിവൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിറകിൽ 2 ബ്ലാക്ക് വിങ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സാഞ്ചിയുടെ ഗ്രൂപ്പിൻ്റെ അടുത്തോട്ട് എത്തിയെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന കില്ലിംഗാം എന്ന് പറയുന്ന ക്യാരക്ടറിനെയും റിവൈവ് ചെയ്തതിന് ശേഷം നമ്മുടെ സാഞ്ചിയായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് സാഞ്ചി ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിക്ക് നമ്മുടെ ഇമുവിന് യൂസ് ചെയ്ത സമയത്ത് ഇമു ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് കൊണ്ട് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇമുവിൻ്റെ കാലിൽ ഒരു ബ്ലാക്ക് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സാഞ്ചിയെ വളരെ പവർഫുള്ളായി കിക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ നടന്നു എന്നും അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഇമു ആണെങ്കിൽ ലോക്കിയെ കണ്ടുമുട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ലോക്കിയും നമ്മുടെ ഇമു ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ലോക്കിയുടെ അടുത്താണ് നമ്മുടെ ലൂഫി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവർ 3 പേരുള്ള തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉറപ്പായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.